മച്ചന്മാരെ രമേശേട്ടൻ അടുത്ത ബെയ്റ്റ് കുറയ്ക്കുകയാണ്. നമ്മളിവിടെ ചെമ്മീനാണ് കോർത്തിടുന്നത്. ചത്ത ചെമ്മീനും ജീവനുള്ള ചെമ്മീനൊക്കെ ഇട്ടാലും ഇവിടെ അടി കിട്ടും. അപ്പോൾ ചത്ത ചെമ്മീനാണ് നമ്മൾ കോർക്കുന്നതെങ്കിൽ ശരിക്കും ഹുക്ക് നിറയുന്ന രീതിയിൽ തന്നെ കോർത്തിടണം. ജീവനുള്ള ചെമ്മീനാണെങ്കിൽ തലയിലൂടെ വട്ടാണ് കോർത്തിടേണ്ടത്. ഇവിടെ അധികം ദൂരത്തേക്കൊന്നും നമ്മൾ കാശ് ചെയ്തേണ്ട കാര്യമില്ല. ഏർ ചൂണ്ടയിലും അതുപോലെ തന്നെ സ്റ്റിക്കിലും ഒരുപോലെ തന്നെ മീനടിക്കുന്ന ഒരു കിടുക്കാച്ചി സ്പോട്ടാണിത്. തൊട്ട് മുന്നിലായിട്ട് ഇഷ്ടംപോലെ കല്ലുകളൊക്കെ വെള്ളത്തിനടിയിൽ ചിതറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെയ്റ്റ് അവിടെ പോയി വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ട് അടി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് രമേശേട്ടൻ എറിഞ്ഞ ബെയ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ പോയി വീണിട്ടുണ്ട്. ഇനി വെയിറ്റിങ്ങിനുള്ള സമയമാണ്. ഏർ ചൂണ്ട ഇവിടെ ഒരു കമ്പിയിൽ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു മണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മണിയടി ശബ്ദം കേൾക്കും. അപ്പോൾ പറന്ന് ചെന്ന് ഹുക്കപ്പ് കൊടുക്കണം ഇതിൽ. മച്ചാന്മാരെ രണ്ട് ഏർ ചൂണ്ടകൾ ഒരുമിച്ച് കാസ്റ്റ് ചെയ്തിട്ടിട്ട് സുരേഷേട്ടൻ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. ഏതിലാണ് അടി പൊട്ടുക എന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. രണ്ടിലും ജീവനുള്ള ചെമ്മീനാണ് ഇവിടെ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ശരിക്കും മടകളുള്ള സ്പോട്ടിലാണ് രണ്ട് ഏർ ചൂണ്ടകളും പോയി വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീനടിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഹമൂറ ചെമ്പല്ലി പോലുള്ള മീനുകൾ ഈ ജീവനുള്ള ചെമ്മീൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. ഇവർ ഹുക്കിൽ വെറുതെ കിടക്കുകയല്ല, ഇവരിങ്ങനെ ഹുക്കിൽ കിടന്ന് ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ കാലുകളും സദാസമയം വർക്കിംഗ് ആയിരിക്കും. ഇത് ദൂരത്ത് നിൽക്കുന്ന പ്രൊഡേറ്റർ മീനുകൾക്ക് പോലും കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അവർ വെറുതെ ഇരിക്കില്ല, നേരെ വന്ന് നമ്മുടെ ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെയാണ് ചൂണ്ടക്കാർക്ക് ഏർ ചൂണ്ടയിൽ ജീവനുള്ള ചെമ്മീൻ കാസ്റ്റ് ചെയ്ത് മീൻ കിട്ടുന്നത്. അടിക്കുന്നതെല്ലാം നല്ല ചിമിട്ട സൈസിലുള്ള മീനുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സദാസമയം ഇവിടെ അലർട്ടായിട്ട് നിൽക്കണം. ഏർ ചൂണ്ടയൊക്കെ എറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അടി പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തീബാറ് ഹുക്കപ്പ് കൊടുത്ത് ഇടനാക്ക അവൻ്റെ വായിൽ ലോക്കാക്കണം. പിന്നെ അവന് രക്ഷയുണ്ടാവില്ല. അപ്പോൾ ഹുക്കപ്പ് കൊടുക്കാൻ റെഡിയായിട്ട് തന്നെയാണ് സുരേഷേട്ടൻ്റെ കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. മച്ചന്മാരെ നമ്മുടെ സുരേഷേട്ടൻ്റെ ചൂണ്ടയിൽ മീൻ അടിച്ചിരിക്കുകയാണ്. എന്ത് മീനാണെന്നൊരു പിടിയില്ല. ഏർ ചൂണ്ടയിലാണ് മീൻ അടിച്ചിരിക്കുന്നത്. നല്ല ലോങ്ങിൽ നിന്നുള്ള സ്ട്രൈക്ക് ആയിരുന്നു. സുരേഷേട്ടൻ കറക്റ്റായിട്ട് തന്നെ അവനെ ഹുക്കപ്പ് കൊടുത്ത് ലോക്കാക്കിയിട്ട് ചൂണ്ടയിൽ ഇനിയും മീൻ ഹുക്കിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല. ഏതായാലും സുരേഷേട്ടൻ അവനെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പവർഫുൾ കാർബൺ കൊളുത്തുകളായതുകൊണ്ട് തന്നെ മീൻ മിസ്സാവില്ല. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിമിട്ട കൂരിയാണ് അടിച്ചു കയറിയിരിക്കുന്നത്. വെള്ളക്കൂരിയാണ്. കറി വയ്ക്കാൻ സൂപ്പർ കൂരിയാണിത്. മച്ചന്മാരെ സ്റ്റിക്കൊന്നും വെക്കാൻ പോലുള്ള സമയം നമ്മുടെ അഖിലേട്ടന് കിട്ടുന്നില്ല. അതിനുള്ളിൽ തന്നെ നല്ല തീവാറ സ്ട്രൈക്കാണ് മീനുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. അഖിലേട്ടൻ സ്റ്റിക്ക് കുത്തി വയ്ക്കാതെ നേരെ കയ്യിലെടുത്തിരിക്കുകയാണ്. എന്ത് മീനാണെന്ന് അറിയില്ല. നല്ലപോലെ തന്നെ മടകളുള്ള ഒരു സ്പോട്ടിലാണ് ബെയ്റ്റ് പോയി വീണിരിക്കുന്നത്. ഉറപ്പായിട്ടും ഏരിയോ ചെമ്പലിയോ ഹമ്മൂറാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അടി പൊട്ടാനുള്ള വെയിറ്റിങ്ങിലാണ് അഖിലേട്ടൻ. അടിച്ച് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മീൻ ശരിക്കും ലോക്കായി കിട്ടുള്ളൂ. ഹുക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നല്ല പവർഫുൾ കാർബൺ കൊളുത്തുകളാണ്. അതുകൊണ്ട് തന്നെ മീനിൻ്റെ വായിൽ ഹുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടനാക്കി കയറി ശരിക്കും ലോക്കായിക്കോളും. പിന്നെ അവനെ എളുപ്പമൊന്നും രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. പക്ഷേ പവർഫുള്ളായിട്ട് ഹുക്കപ്പ് കൊടുക്കണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അഖിലേട്ടൻ. ഏത് നിമിഷം വേണമെങ്കിലും സ്റ്റിക്ക് അടിച്ച് താത്താവൻ ശരിക്കും മീൻ തട്ടുന്നുണ്ട് നമ്മുടെ ബെയ്റ്റിൽ. അടുത്ത് തന്നെ ഉണ്ട് അവൻ. എന്ത് മീനാണെന്നറിയില്ല. മച്ചന്മാരെ നമുക്കൊരു തീപ്പൊരി മീൻ കയറിയിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ പാമ്പാണെന്ന് തോന്നും. പക്ഷെ ഇത് പാമ്പൊന്നുമല്ല, മൊളാൻ എന്ന് പറയുന്ന ഒരു മീനാണ്. അവൻ്റെ ശരീരം അവൻ തന്നെ കടിച്ച് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഹുക്കിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്.